ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ പൂർണ്ണനാമം? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ ജന്മദിനം? ഉത്തരം 1869 ഒക്ടോബർ 2. ഗാന്ധിജിയെ കുട്ടിക്കാലത്ത് വിളിച്ചിരുന്ന ഓമന പേര് എന്തായിരുന്നു? ഉത്തരം മോനിയ അല്ലെങ്കിൽ മനു. ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ്? ഉത്തരം ഗുജറാത്തിലെ പോർബന്ദർ. പോർബന്ദർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര്? ഉത്തരം സുദാമാപുരി. ഗാന്ധിജിയുടെ ജന്മദേശമായ പോർബന്ദർ ഏത് നാട്ടുരാജ്യത്തിൽ ഉൾപ്പെട്ടതാണ്? ഉത്തരം കത്തിയാവാർ. ഗാന്ധിജി ഏത് സമുദായക്കാരനായിരുന്നു? ഉത്തരം ബനിയ. ഗാന്ധിജി ജനിച്ച വീട് അറിയപ്പെടുന്ന പേര്? ഉത്തരം കീർത്തി മന്ദിർ. ഹിന്ദുവിലെ ഏത് കുലത്തിലാണ് ഗാന്ധിജി ജനിച്ചത്? ഉത്തരം വൈഷ്ണവ കുലത്തിൽ. ഗാന്ധിജിയുടെ കുലത്തൊഴിൽ എന്തായിരുന്നു? ഉത്തരം പലചരക്ക് കച്ചവടം. ഗാന്ധിജിയുടെ പിതാവിന്റെ പേര്? ഉത്തരം കരംചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ മാതാവിന്റെ പേര്? ഉത്തരം പുത്ലി ഭായ്. ഗാന്ധിജിയുടെ മുത്തച്ഛന്റെ പേര്? ഉത്തരം ഉത്തം ചന്ദ് ഗാന്ധി. ഗാന്ധിജിയുടെ പിതാവിന്റെ തൊഴിൽ എന്തായിരുന്നു? ഉത്തരം പോർബന്ദറിലെ ദിവാൻ. ഗാന്ധിജിയുടെ പിതാവ് കരംചന്ദ് ഗാന്ധിയുടെ മറ്റൊരു പേര്? ഉത്തരം കാബ ഗാന്ധി. ഗാന്ധിജിയുടെ അമ്മയുടെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം തികഞ്ഞ ഭക്ത. നോമ്പ് കാലത്ത് സൂര്യനെ കാണാതെ ഭക്ഷണം കഴിക്കുക പോലും ഇല്ലായിരുന്നു. കരംചന്ദ് ഗാന്ധിയുടെ എത്രാമത്തെ മകനായിരുന്നു ഗാന്ധിജി? ഉത്തരം 5-മൻ. ഗാന്ധിജിയുടെ മൂത്ത സഹോദരൻ? ഉത്തരം ലക്ഷ്മിദാസ്. ഗാന്ധിജിയുടെ ഏക സഹോദരി ആരായിരുന്നു? ഉത്തരം റാലിയത്ത് ബൻ. ഗാന്ധിജിയുടെ കുടുംബം പോർബന്ദർ നിന്ന് പോയതിനു ശേഷം എവിടെയാണ് താമസമാക്കിയത്? ഉത്തരം രാജ്കോട്ടിൽ. ഗാന്ധിജിയുടെ കുടുംബം പോർബന്ദർ വിട്ട് രാജ്കോട്ടിലേക്ക് താമസം മാറിയത് എന്തിനായിരുന്നു? ഉത്തരം ഗാന്ധിജിയുടെ പിതാവിനെ രാജസ്ഥാനിക കോടതിയിൽ അംഗമാകാൻ വേണ്ടി. ഗാന്ധിജിക്ക് എത്ര വയസ്സുള്ളപ്പോഴാണ് പിതാവിന്റെ കൂടെ രാജ്കോട്ടിലേക്ക് താമസം മാറിയത്? ഉത്തരം 7. ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങൾ തലമുറകളായി കത്തിയവാറിലെ നാട്ടുരാജ്യങ്ങളിൽ ഒരു പ്രധാന പദവി വഹിച്ചിരുന്നു. ആ പദവി ഏതാണ്? ഉത്തരം പ്രധാനമന്ത്രി അല്ലെങ്കിൽ ദിവാൻ. എവിടെയൊക്കെയാണ് കരംചന്ദ് ഗാന്ധി ദിവാനായി സേവനം ചെയ്തത്? ഉത്തരം രാജ്കോട്ട്, പോർബന്ദർ, വാങ്കാനഗർ. ആരുടെ മുന്നിലായിരുന്നു ഗാന്ധിജി ഒരിക്കലും കള്ളം പറയില്ല എന്ന് പ്രതിജ്ഞ ചെയ്തത്? ഉത്തരം അച്ഛന്റെ മുന്നിൽ. ഗാന്ധിജി ഭാവിയിൽ ആരാകണമെന്നാണ് അച്ഛൻ ആഗ്രഹിച്ചത്? ഉത്തരം വക്കീൽ. പുക വലിക്കാൻ വേണ്ടി കളവ് ചെയ്ത കാര്യം തുറന്ന് സമ്മതിക്കുകയും അപരാധത്തിന് ശിക്ഷ യാചിക്കുകയും ചെയ്ത് ഗാന്ധിജി ഒരു കത്ത് എഴുതിയിരുന്നു. ആർക്കാണ് ഈ കത്ത് എഴുതിയത്? ഉത്തരം പിതാവിനെ. സുഹൃത്തിന്റെ പ്രേരണയാൽ മാംസം ഭക്ഷിച്ച ദിവസം രാത്രിയിൽ ഗാന്ധിജിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? ഉത്തരം ഉറക്കം നഷ്ടപ്പെടുകയും ഉള്ളിൽ നിന്ന് ഒരു ആട് നിലവിളിക്കുന്നത് പോലെ തോന്നുകയും ചെയ്തു. ഗാന്ധിജിയുടെ പിതാവ് അന്തരിച്ച വർഷം? ഉത്തരം 1885. ഗാന്ധിജിയുടെ പിതാവ് മരിച്ചപ്പോൾ ഗാന്ധിജിയുടെ വയസ്സ് എന്തായിരുന്നു? ഉത്തരം 16 വയസ്സ്. ഗാന്ധിജിയുടെ അമ്മാവിന്റെ പുത്രനായ മകൻലാൽ ഗാന്ധി ഏത് വർഷം മുതൽക്കാണ് ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത്? ഉത്തരം 1904. ഏത് വർഷമാണ് ഗാന്ധിജി ഭൗതിക സ്വത്തുക്കളോടുള്ള വിയോജിപ്പിനെ കുറിച്ച് തന്റെ മൂത്ത സഹോദരനായ ലക്ഷ്മിദാസിന് കത്തെഴുതിയത്? ഉത്തരം 1906.
ഗാന്ധിജിയുടെ ബാല്യകാലം എവിടെയായിരുന്നു? ഉത്തരം പോർബന്ദറിൽ. കുട്ടിക്കാലത്ത് ഗാന്ധിജിയുടെ സ്വഭാവം എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം വലിയ നാണം കുണുങ്ങിയായിരുന്നു. കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ പേടിപ്പെടുത്തിയിരുന്നത് ഏതെല്ലാമായിരുന്നു? ഉത്തരം പിശാച്, പാമ്പ്, കള്ളൻ എന്നിവ. കുട്ടിക്കാലത്ത് ഗാന്ധിജിക്ക് രാമനാമത്തിന്റെ രഹസ്യം പറഞ്ഞു കൊടുത്തത് ആരായിരുന്നു? ഉത്തരം രംഭ എന്ന പരിചാരിക. കുട്ടിക്കാലത്ത് ഗാന്ധിജിയെ സ്വാധീനിച്ച നാടകം? ഉത്തരം ഹരിചന്ദ്രൻ ശ്രവണ പിതൃഭക്തി. അച്ഛൻ ആദ്യമായി ഗാന്ധിജിക്ക് സമ്മാനിച്ച പുസ്തകം ഏതായിരുന്നു? ഉത്തരം ശ്രവണ പിതൃഭക്തി നാടകം. കുട്ടിക്കാലത്ത് ഗാന്ധിജി ഒരു മോഷണം നടത്തിയിരുന്നു. അദ്ദേഹം മോഷ്ടിച്ചത് എന്തായിരുന്നു? ഉത്തരം സ്വന്തം സഹോദരന്റെ സ്വർണവളയുടെ ഒരു ഭാഗം. കുട്ടിക്കാലത്ത് ഗാന്ധിജിയും സുഹൃത്തും ചേർന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഉപയോഗിച്ച വിഷം ഏതായിരുന്നു? ഉത്തരം ഉമ്മത്തിൻ കായ്. മാംസം ഭക്ഷിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സുഹൃത്ത് ആരായിരുന്നു? ഉത്തരം ഷെയ്ഖ് മേത്താബ്. ഗാന്ധിജിക്ക് പഠിക്കാനായി അച്ഛൻ വാങ്ങി നൽകിയത് ഏത് സംഗീത ഉപകരണമായിരുന്നു? ഉത്തരം കോൺസർട്ടിനയിൽ. ഗാന്ധിജിയുടെ പ്രൈമറി സ്കൂൾ വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ഉത്തരം രാജ്കോട്ടിൽ. 3-ാം ക്ലാസ്സിൽ ഗാന്ധിജി എത്ര നാളാണ് പഠിച്ചത്? ഉത്തരം 6 മാസം. ഗാന്ധിജി 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടുത്തെ മാതൃകാ അധ്യാപകൻ ആരായിരുന്നു? ഉത്തരം ദൊറാബ്ജി എദൽജി ഗിമി. സ്കൂൾ പഠനകാലത്ത് പരിശോധനയ്ക്ക് എത്തിയ ഇൻസ്പെക്ടർ കേട്ടെഴുത്ത് നൽകുകയും അതിൽ ഒരു വാക്ക് ഗാന്ധിജി തെറ്റിക്കുകയും ചെയ്തിരുന്നു. ഏതായിരുന്നു ആ വാക്ക്? ഉത്തരം കെറ്റിൽ. ഗാന്ധിജി രാജ്കോട്ടിൽ പഠിക്കുമ്പോൾ പരിശോധനയ്ക്ക് വന്ന ഇൻസ്പെക്ടറുടെ പേര് എന്തായിരുന്നു? ഉത്തരം മിസ്റ്റർ ഗെയിൽസ്. സ്കൂൾ പഠനകാലത്ത് ഗാന്ധിജിക്ക് ഏറ്റവും പ്രയാസമേറിയ വിഷയം ഏതായിരുന്നു? ഉത്തരം ഗണിതം. ഗാന്ധിജിയുടെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം എവിടെയായിരുന്നു? ഉത്തരം രാജ്കോട്ടിലെ കത്തിയവാർ ഹൈസ്കൂൾ. രാജ്കോട്ടിലെ കത്തിയവാർ ഹൈസ്കൂൾ പിന്നീട് അറിയപ്പെട്ട പേര്? ഉത്തരം ആൽഫ്രഡ് ഹൈസ്കൂൾ. ആൽഫ്രഡ് ഹൈസ്കൂൾ ഇപ്പോൾ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം മോഹൻദാസ് ഹൈസ്കൂൾ. വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട വ്യായാമം എന്തായിരുന്നു? ഉത്തരം ദീർഘമായ നടത്തം. ഗാന്ധിജിക്ക് ലഭിച്ച സ്കോളർഷിപ്പുകൾ ഏതെല്ലാമാണ്? ഉത്തരം 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും യഥാക്രമം 4ഉം 10ഉം രൂപ വീതം. ഏത് വർഷമാണ് ഗാന്ധിജി മെട്രിക്കുലേഷൻ പരീക്ഷ പാസ്സായത്? ഉത്തരം 1887. ഗാന്ധിജിയുടെ പഠനകാലത്ത് ഉയർന്ന ക്ലാസ്സിലെ കുട്ടികൾക്കായി കായിക അഭ്യാസവും ക്രിക്കറ്റും നിർബന്ധമാക്കിയ പ്രധാന അധ്യാപകൻ ആരായിരുന്നു? ഉത്തരം ദൊറാബ്ജി ഏദൽജി ഗിമി. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി ഗാന്ധിജി ഏത് കോളേജിലാണ് ചേർന്നത്? ഉത്തരം ഭവനഗറിലെ സമൽദാസ് കോളേജ്. ഏത് ഭാഷ പഠിക്കാൻ കഴിയാത്തതിനാലാണ് പഠനകാലത്ത് ഗാന്ധിജിയെ ദുഃഖിപ്പിച്ചത്? ഉത്തരം സംസ്കൃതം. ഗാന്ധിജിയെ സംസ്കൃതം പഠിപ്പിച്ച അധ്യാപകൻ ആരായിരുന്നു? ഉത്തരം കൃഷ്ണശങ്കർ പാണ്ഡ്യ. ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പഠനത്തിനായി യാത്ര തിരിച്ചത് എന്നാണ്? ഉത്തരം 1888 സെപ്റ്റംബർ 4. വിദേശത്ത് പോകാൻ ഗാന്ധിജിക്ക് വംശീയമായി ഉണ്ടായിരുന്ന പ്രധാന തടസ്സം എന്തായിരുന്നു? ഉത്തരം ബനിയ വംശക്കാർ കടൽ കടന്നു പോകാൻ പാടില്ല. ഗാന്ധിജിയെ വിദേശത്തയച്ച് നിയമം പഠിപ്പിക്കുവാൻ നിർബന്ധിച്ച വ്യക്തി ആരായിരുന്നു? ഉത്തരം മാവ്ജി ദവേ. ഇംഗ്ലണ്ടിലേക്കുള്ള പഠനയാത്രയ്ക്ക് മുൻപ് ഗാന്ധിജിക്ക് അമ്മ നൽകിയ പ്രധാന ഉപദേശങ്ങൾ എന്തെല്ലാമായിരുന്നു? ഉത്തരം മദ്യം, മാംസം, സ്ത്രീ എന്നിവ തൊടുക പോലും ചെയ്യരുത്. വിദേശയാത്ര പോകുന്നതിന് മുൻപ് അമ്മയുടെ മുൻപിൽ ഗാന്ധിജിയെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം ബേജർജി സ്വാമി. ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ ചെലവിനുള്ള പണം ഗാന്ധിജി എങ്ങനെയാണ് കണ്ടെത്തിയത്? ഉത്തരം ഒരു സുഹൃത്തിൽ നിന്നും കടം വാങ്ങിയിട്ട്.
ഇംഗ്ലണ്ടിലേക്ക് പോകുമ്പോൾ ആർക്കൊക്കെയുള്ള കത്തുകളായിരുന്നു ഗാന്ധിജി കൊണ്ടുപോയിരുന്നത്? ഉത്തരം ദലപത്രം ശുക്ല, പി ജെ മേത്ത, ദാദാഭായ് നവറോജി.